ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ 4ാമത്തെ പാഠത്തിന്റെ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. അപ്പൊ നമ്മുടെ പാഠം 5 ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ അല്ലേ? ഒന്നുകൂടി അത് വായിക്കാം, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും ഒക്കെ നമുക്കൊന്ന് പറയാം. അപ്പോ ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ അടുത്ത ക്ലാസ്സിൽ ഇന്നല്ല. ഓക്കെ. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയത് മുതൽ ഇന്ത്യക്കാരെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. ഇവിടുത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിരിച്ചു. കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച ദേശീയ നേതാക്കളെ മർദ്ദനമുറകൾ കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പൂർണ്ണ സ്വരാജ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കേട്ടു. ആയിടെ വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി: താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്, അതായത് ദിവസം 700 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിലൊന്ന് ഉപ്പ് നികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 11 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ 78 പേരോടുകൂടി 1930 മാർച്ച് 12-ാം തീയതി അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്ന് 320 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടലോരം. 24 ദിവസം എടുത്തു അവിടെ എത്തിച്ചേരാൻ. വഴി നീളെ സമരഭടന്മാർക്ക് നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങിയെത്തും, അല്ലെങ്കിൽ എന്റെ മൃതദേഹം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്നെഴുതിയിരുന്നു. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഉപ്പ് വിറ്റ് കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയിക്ക് കരിയിളകി. മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അത് അടിച്ചിരുന്ന നവജീവൻ പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ അനുയായികളായി 75,000 പേർ രംഗത്ത് വന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അലയടികൾ കേരളത്തിലും ഉണ്ടായി. 1930 ഏപ്രിൽ 13-ാം തീയതി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. വഴി നീള സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21-ാം തീയതി പയ്യന്നൂരിലെത്തി. പാലക്കാട്ട് നിന്നും TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാമധ്യേ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പന് ലഭിച്ചു. കേളപ്പൻ ഒരു പറ്റം അനുയായികളോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സംഭവങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കണം എന്നായിരുന്നു ആ സന്ദേശം. എന്താടാ കമ്പി ടെലഗ്രാം? ഓക്കെ, പണ്ടൊക്കെ അയക്കല്ലേ ടെലഗ്രാം കേട്ടോ. ടെലഗ്രാമും അന്ന് അതല്ലേ ഫോണൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോ അറിയിച്ചു എന്നായിരുന്നു ആ സന്ദേശം. ദണ്ഡിയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും ഉപ്പ് നിയമം ധീരമായി ലംഘിച്ചു. ദിവസങ്ങൾക്കകം ബ്രിട്ടൻ മർദ്ദനമുറകളും ആരംഭിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചവരെ മർദ്ദിക്കുക മാത്രമല്ല, ഉപ്പ് കുറുക്കാൻ കൊണ്ടുവന്ന ചട്ടിയും ചിരട്ടയും കലവുമെല്ലാം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു.
കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, ആർ.വി. ശർമ്മ, പി. കൃഷ്ണപിള്ള എന്നിവരെ 9 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ പിൽക്കാലത്ത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് എന്നാണ് ചോദിച്ചാൽ ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവും. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉപ്പ് നിയമം ലംഘിക്കുവാൻ ജനക്കൂട്ടം മുൻപോട്ട് വന്നു. തമിഴ്നാട്ടിൽ ശ്രീ രാജഗോപാൽ ആചാര്യാണ് നിയമം ലംഘിച്ചത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഡൽഹിയിൽ മാത്രം ആയിരക്കണക്കിന് പേർ തടവിലായി. സമരം നിത്യേന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സർക്കാർ നിരോധിച്ചു. ഇതോടെ മർദ്ദനം രൂക്ഷമായി. സമരവീര്യവും വർദ്ധിച്ചു. ഒടുവിൽ ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയിൽ തടയുകയില്ലെന്ന് തീരുമാനമായി. മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാരും സമ്മതിച്ചു. സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ മോചിപ്പിച്ചു. ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ വൻ വിജയത്തിൽ കലാശിച്ചു. അല്ലെ? ഉപ്പ് സത്യാഗ്രഹം എങ്ങനെയായിരുന്നു? വൻ വിജയത്തിലായിരുന്നു കലാശിച്ചത് പറഞ്ഞാൽ അവസാനിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഓർമ്മിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികളിലൂടെ മുൻവരി പല്ല് പോയ മോണ കാട്ടി ചിരിച്ച ഒരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടില്ലയോ. ഇതാണ് ആര്? ഗാന്ധിയപ്പൂപ്പൻ. ആരിലും പ്രിയമുള്ളവൻ. അല്ലെ? ആരിലും പ്രിയമുള്ളവനാണ് ആര്? ഗാന്ധിയപ്പൂപ്പൻ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയാണ്. ഗാന്ധിജിനെ പോലെ ഏതോ ഒരാളെന്ന് പറഞ്ഞ് ഇതിനിടയിൽ പത്രത്തിൽ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒരാള്. ഓക്കെ, ഗാന്ധിജിയെ പോലെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷം ധാരണൊക്കെ സ്വീകരിച്ച് അതേപോലെ. അപ്പൊ നെക്സ്റ്റ് നമ്മള് അഭ്യാസം എന്നുള്ളതില് പദങ്ങളുടെ അർത്ഥം പഠിക്കാനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. നിർവീര്യമാക്കുക എന്താ അർത്ഥം? അതിൽ എഴുതിയിട്ടുണ്ട്. ശക്തി ഇല്ലാതാക്കുക, നിർവീര്യമാക്കുക. വസൂലാക്കുക, ഈടാക്കുക. ബഹിഷ്കരിക്കുക, തള്ളുക. അനുചരന്മാർ, ലംഘിക്കുക, മറികടക്കുക. സന്നദ്ധ സംഘം, നിത്യേന, ദിവസം തോറും, രൂക്ഷം, കലാശിക്കുക, അവസാനിക്കുക, അലിയിളകുക, കോപം വർദ്ധിക്കുക. ഇനി ഓപ്പോസിറ്റ് വേർഡാണ് വിപരീത പദം. ദ്രോഹിക്കുക, സഹായിക്കുക. അല്ലെ? സഹായിക്കുക. നെക്സ്റ്റ് വിൽക്കുക, വാങ്ങുക. ഉപേക്ഷിക്കുക, സ്വീകരിക്കുക. പിൽക്കാലം, മുൻകാലം. ഇനി വാക്യത്തിൽ പ്രയോഗിക്കുക. നിർവീര്യമാക്കുക എന്താണ്? യുദ്ധത്തിൽ ശത്രുവിനെ നിർവീര്യമാക്കാൻ എന്തും പ്രയോഗിക്കാം എന്നാണ് പ്രമാണം. യുദ്ധത്തിൽ ശത്രുവിനെ നിർവീര്യമാക്കാൻ എന്തും പ്രയോഗിക്കാമെന്നാണ് പ്രമാണം. അല്ലെ? ശത്രുവിനെ ശക്തി ഇല്ലാണ്ടാക്കാൻ, അതായത് നിർവീര്യമാക്കാൻ എന്ത് പ്രയോഗിക്കാം. നെക്സ്റ്റ് കുറെ വേർഡ് ഉണ്ട്. ഏത്? നിർവീര്യമാക്കുക, വസൂലാക്കുക. വസൂലാക്കുക എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം? ഈ പാഠഭാഗത്തുണ്ട് ഒരു വസൂലാക്കുക എന്ന് പറഞ്ഞിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കൃഷിക്കാരിൽ നിന്ന് 30% ഉപ്പ് നികുതിയും വസൂലാക്കി. അല്ലെ? നെക്സ്റ്റ് സംഘടിത ശക്തിയാണ്. സംഘടിത ശക്തി പറഞ്ഞ എന്താ? ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവർ സംഘടിത ശക്തിയായി മുന്നേറി. നെക്സ്റ്റ് കലിയിളകുക. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയിൽ ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയ്ക്ക് കലിയിളകി. ദേഷ്യം വരുവാന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എന്താ? പിരിച്ചെഴുതുകയാണ്. ഒരു കാര്യം ചെയ്തോ, നോട്ട്ബുക്ക് എടുത്തോ. അവിടെ പിടിച്ചോ, അങ്ങനെ എഴുത്.
എടുത്തോ എല്ലാ മക്കളും നോട്ട്ബുക്ക് എടുത്തു. നോട്ട്ബുക്ക് എടുത്ത് പാഠം 5 പാഠം 5 അതുവരെ എല്ലാരും കറക്റ്റ് എഴുതിയവരല്ലേ? എഴുതാത്ത ആരും ഇല്ലല്ലോ. ഉള്ളവര് അത് കണക്കായി എവിടെ വിടണം, എഴുതാതെ ഒഴിച്ചു വെക്കാൻ പാടില്ല, എഴുതണം. ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. അപ്പോ നിങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യും. അത് ഇതിനിടക്ക് ഈയിടെ ജസ്റ്റിസിന്റെ വീട്ടിലെത്തി പോയി കയറി. അപ്പൊ ജസ്റ്റ് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വീട്ടിലെത്തും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇടക്കിടക്ക് പോകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടില് ടീച്ചേഴ്സ് ആരെങ്കിലും ഒരാളായിട്ട് വരും. അപ്പൊ ചെക്ക് ചെയ്യും. അപ്പൊ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ജസ്റ്റിസിന്റെ നോട്ട് കംപ്ലീറ്റ് ആയിരുന്നില്ലേ നേരം? അതെ, ജസ്റ്റിസിന്റെ ആണ്. എന്റെ വീട്ടിൽ അവരുടെ അടുത്ത് എന്താ വരാഞ്ഞേ? അന്ന് വൈകുന്നേരം ആയില്ലേ മോനെ, അതുകൊണ്ടാ വരാഞ്ഞ്. കൊറേ ലേറ്റ്. ആയിക്കോട്ടെ. അപ്പൊ ഒന്നാമത് ഈ സ്കൂൾ ക്ലാസ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഞാനായിരുന്നു കൂട്ടി ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ നിന്നു. ഇത് എഴുതല്ല, അത് എഴുതല്ല. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലും ഏതെങ്കിലും ഒരു ദിവസം പ്രതീക്ഷിക്കാതെ നമ്മളെത്തും. ഹലീമ എല്ലാം നോട്ടൊക്കെ റെഡിയാക്കി വെച്ചോളാം. ഹലീമയുടെ വീട്ടിലാണ് എന്തായാലും പോകുന്നത് അല്ലേ ഹലീമ? പദങ്ങൾ എഴുതാനാ? അർത്ഥം എഴുതാനാണോ? അർത്ഥം എഴുതാൻ. എഴുതിയോ മോളെ? എഴുതിയോ? ഓക്കെ. അപ്പൊ പാഠം 5 എഴുതുക. ഒരു പിടി ഉപ്പും, എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? ഒരു സാമ്രാജ്യവും ഹെഡിങ് എഴുതുക. എന്നിട്ട് താഴെ എഴുതണം എന്ത്? അർത്ഥം എഴുതുക എന്ന് എഴുതുക. ശ്രീഷു കേൾക്കുന്നില്ലേ? സ്ട്രക്കായ? അർത്ഥം എഴുതുക എന്ന് എഴുത്. താഴെ എഴുതുക നിർവീര്യമാക്കുക. അർത്ഥം എഴുതുക എന്ന് എഴുതി. ഫസ്റ്റ് വൺ നിർവീര്യമാക്കുക. അതിന് നേരെ എഴുതി ശക്തി ഇല്ലാതാക്കുക. ഷാൻഫ എഴുതുന്നില്ലേ? ജുവാന സ്ട്രക്ക് ആണെന്ന് തോന്നുന്നു. ശ്രീവിഷ്ണു ഇപ്പൊ ഓക്കെ ആയി അല്ലേ? സ്ട്രക്ക് ആയത്. ഇപ്പൊ ജീവക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, നെറ്റ് ഓക്കെ ആണ് അല്ലേ ജീവ? ആദ്യം കുറെ ദിവസം ഭയങ്കര പ്രശ്നം. അപ്പൊ ആദ്യം പാഠം 5 എഴുതി, ഒരു പിടിപ്പും ഒരു സാമ്രാജ്യവും എഴുതി, അർത്ഥം എഴുതുക എന്ന് എഴുതി താഴെ എഴുതണം. എല്ലാവരും ഈ സമയം തന്നെ എഴുതിക്കോ. അവനെ അവിടത്തേക്ക് പെൻഡിങ് ആയി വെക്കണ്ട ട്ടോ. ഓക്കെ. എവിടെത്തി? നിർവീര്യമാക്കുക എഴുതിയോ? വസൂലാക്കുക. ഏത്? അനുചരന്മാരാ? ഓക്കെ. അനുചരന്മാർ, അനുയായികൾ, ബ്രാക്കറ്റിൽ കൂടെയുള്ളവർ എഴുതുക. അത് കഴിഞ്ഞ ലംഘിക്കുക, മറികടക്കുക. നെക്സ്റ്റ് സന്നദ്ധ സംഘം, തയ്യാറായ സംഘം. അശ്വിൻ എഴുതുന്നുണ്ടോ? അശ്വിൻ ഹെവൻ എഴുതുന്നുണ്ടല്ലേ? എഴുതിക്കോ, നീറ്റിൽ എഴുതണേ.
ഹെവൻ എന്തേ അങ്ങോട്ടിരിക്കുന്ന ഹെവൻ? ഓക്കെ. അപ്പൊ ഇനി സന്നദ്ധ സംഘം, തയ്യാറായ സംഘം. ഇനി നിത്യേന, ദിവസം തോറും. നിത്യേന, ദിവസം തോറും. രൂക്ഷം, കഠിനം. രൂക്ഷം, കഠിനം. കലാശിക്കുക, കലാശിക്കുക. അവസാനിക്കുക. എഴുതിയോ? കലിയിളകുക, കോപം വർദ്ധിക്കുക. കോപം വർദ്ധിക്കുക. കലിയിളകുക, കോപം വർദ്ധിക്കുക. നിജാദ എഴുതുന്നുണ്ടോ? നിജാദേ വീഡിയോ ഓക്കെ. വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല മോനെ, റേഞ്ച് ഇല്ലെങ്കിൽ. ഓക്കെ. അത് എഴുതി കഴിഞ്ഞു. എഴുതട്ടെ? ആ, വിപരീത പദം എഴുതുക. വിപരീത പദം എഴുതുക എന്ന് എഴുതി താഴെ ദ്രോഹിക്കുക, സഹായിക്കുക, വിൽക്കുക, വാങ്ങുക. ഉപേക്ഷിക്കുക, സ്വീകരിക്കുക. പിൽക്കാലം, മുൻകാലം. പിൽക്കാലം, മുൻകാലം. പോയി ഇപ്പോ. എഴുതിയോ? വിപരീത പദം എഴുതുക. കഴിഞ്ഞോ? ദ്രോഹിക്കുക, സഹായിക്കുക, വിൽക്കുക, വാങ്ങുക, ഉപേക്ഷിക്കുക, സ്വീകരിക്കുക. പിൽക്കാലം, മുൻകാലം. അത് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത നിങ്ങൾ ഇപ്പം പിരിച്ചെഴുതുക എഴുതിയാൽ മതി കേട്ടോ. മറ്റ് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം ക്വസ്റ്റ്യൻസും. അപ്പൊ പിരിച്ചെഴുതുക എന്നുള്ളതാണ് ഇപ്പൊ എഴുതുന്നത്. അതായത് ഓപ്പോസിറ്റ് വേർഡ് കഴിഞ്ഞാല് വാക്യത്തിൽ പ്രയോഗിക്കാം എന്നുള്ളത് അവിടെ നിന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് എഴുതാം. പിരിച്ചെഴുതുക എഴുതണം. അവയിലൊന്ന്, അവയിൽ പ്ലസ് ഒന്ന്, അവയിലൊന്ന്. എന്നതായിരുന്നു, എന്നത് പ്ലസ് ആയിരുന്നു, എന്നതായിരുന്നു. നെക്സ്റ്റ് ഏതാ? മൂന്നാമത്തത് മടങ്ങിയെത്തുക. മടങ്ങി പ്ലസ് എത്തുക. കലി ഇളകി, കലി പ്ലസ് ഇളകി. ഇത് നിങ്ങൾ ഇപ്പൊ നോട്ടിൽ എഴുതി കഴിഞ്ഞിട്ട് ടെക്സ്റ്റിലും കൂടെ അത് പൂരിപ്പിക്കണേ. നോട്ടിൽ എഴുതിയത് നോക്കിയിട്ട് അപ്പുറം എഴുതണം. നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് എഴുതണം, ആക്കണം. കഴിഞ്ഞോ? പിരിച്ചെഴുതുക. ആതിര എഴുതിക്കോ. എന്നതായിരുന്നു? ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് എഴുതി കഴിഞ്ഞോ? അത് കഴിഞ്ഞാൽ പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക 3 എഴുതിയോ? 4 എണ്ണം. രണ്ടാമത്തത് എന്നതായിരുന്നു, എന്നത്
പ്ലസ് ആയിരുന്നു. എന്നതായിരുന്നു എന്ന് എഴുതിയിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് തന്നെ എഴുതണേ. എന്നത് പ്ലസ് ആയിരുന്നു. നെക്സ്റ്റ് മടങ്ങി എത്തുക. മടങ്ങി പ്ലസ് എത്തുക. മടങ്ങി പ്ലസ് എത്തുക. എ. നെക്സ്റ്റ് ഏതാ? കലിയിളകി. കഴിഞ്ഞു. പിരിച്ചെഴുതിയത് കഴിഞ്ഞു. കഴിഞ്ഞോ? ആ ഏതാ ജസ്റ്റിസ്? കലിയിളകി എങ്ങനെയായിരുന്നു? കലി പ്ലസ് ഇളകി. ഈ എഴുതണേ. യാ ഈ ഒഴിവാക്കിട്ട് യകാരം വേണ്ട. ഈ എഴുതണം. ഇളകി ചേർത്ത് എഴുതുക. എഴുതിക്കോ. പിരിച്ചെഴുതുക കഴിഞ്ഞിട്ട് ചേർത്ത് എഴുതുക എന്ന് എഴുതാം. പിരിച്ചെഴുതുക കലി ഇളകിയാണ് ലാസ്റ്റ്. അത് കലി പ്ലസ് ഇളകി. നെക്സ്റ്റ് ചേർത്ത് എഴുതുക എന്ന് ഹെഡിങ് എഴുതുക. ഇത് ഒന്നുള്ളത്. അപ്പൊ ഇത് പ്ലസ് ഇടണേ. എന്റെ ഇടയില് ചേർത്ത് എഴുതുമ്പോ എന്ത് എഴുതണം? ഇത് പ്ലസ് ഒന്നും. അതാണ് എന്ത്? ഇതൊന്നും. ഇത് പ്ലസ് ഒന്നും. ഇതില് പ്ലസ് ഇട്ടിട്ടില്ല വേണ്ട. ഇത് പ്ലസ് ഒന്നും ഇതൊന്നും ചേർത്ത് എഴുതുമ്പോ ഇതൊന്നും. നെക്സ്റ്റ് ഏതാ? എത്തി അല്ല അനുവദിച്ചു പ്ലസ് ഇല്ല. എത്തിയോ? ഇവിടെ എല്ലാവരും ചേർത്ത് എഴുതുക എന്നുള്ളടത്ത് എത്തിയോ എല്ലാവരും? ഓ അവിടെ എത്തിയോ? അപ്പൊ ചേർത്ത് എഴുതുകയിൽ രണ്ടാമത്തെ എന്നാ? അനുവദിച്ചു പ്ലസ് ഇല്ല. അനുവദിച്ചില്ല. അനുവദിച്ചില്ല. വിച്ചായാവേ. നെക്സ്റ്റ് ഏതാ? എത്തി പ്ലസ് ചേരുക. എത്തിച്ചേരുക. വേണം. എത്തിച്ചേരുക. ജന പ്ലസ് കൂട്ടം. ജനക്കൂട്ടം. തവണ ജനക്കൂട്ടം. ലാസ്റ്റ് വൺ ഏതാ? തടയുക പ്ലസ് ഇല്ല. തടയുകയില്ല. യാ എഴുതി വള്ളിയിടുക. തടയുക പ്ലസ് ഇല്ല. തടയുകയില്ല. ജോയൽ എഴുതുന്നില്ലേ മോനെ? വസുദേവ് എന്നത് എന്നത് പ്ലസ് വേണ്ട. എന്നത് താഴെ വെച്ചത്. എന്നത് പ്ലസ് ആയിരുന്നു. എന്നത് പ്ലസ് ആയിരുന്നു. എന്നതായിരുന്നു. ഓക്കെ കറക്റ്റ്. എല്ലാവർക്കും കഴിഞ്ഞോ? അത് ഇല്ല. എഴുതിക്കോ. സാവധാനം എഴുതിയാ മതിയേ. തിരക്കൂട്ടി എഴുതണല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്യത്തെ പ്രയോഗിക്കുകയും ക്വസ്റ്റ്യൻ ഉത്തരവും മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം. അന്നേരം എഴുതിയെടുക്കണം. ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് എഴുതാത്ത, ഇപ്പം എഴുതാൻ സമയം കിട്ടാത്ത, അതായത് കുറച്ച് മെല്ലനെ എഴുതുന്ന കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കഴിഞ്ഞല്ല. കഴിയാത്തവര് ഇനി മടങ്ങിയത്. മടങ്ങി പ്ലസ് എത്രാമത്തെ പാഠത്തിന് എക്സാം ഒന്നും കൂടെ പറയാവോ? 4th. 4ാമത്തെ, അതായത് നമ്മുടെ ഗ്രാമരംഗം അല്ലേ? 3 വരെയുള്ളത് എക്സാമിനൊക്കെ കഴിഞ്ഞില്ലേ നമ്മളെ? ഇനി 4ാമത്തെ പാഠത്തിന് ഒരു ഗ്രാമരംഗം. ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം. അതിന്റെ ക്വസ്റ്റ്യൻസും അർത്ഥവും അതൊക്കെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കണം. അപ്പൊ ഇന്നത്തത് ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? പിരിച്ചെഴുതുകയും ചേർത്ത് എഴുതുകയും ഒന്നുകൂടെ പറയണോ? അപ്പൊ പിരിച്ചെഴുതാം. ശ്രദ്ധിച്ചോ. അവയിലൊന്ന് അവിടെയുണ്ട്. അവയിൽ പ്ലസ് 1. നെക്സ്റ്റ് എന്നതായിരുന്നു. ടെക്സ്റ്റിലേക്ക് എഴുതണേ. ഇപ്പൊ നോട്ടിൽ എഴുതിയവര് ടെക്സ്റ്റിലേക്ക് എടുത്ത് എഴുതണം. ഏത്? അവിടെ ഇല്ലാത്തത്.
എന്നത് പ്ലസ് ആയിരുന്നു. ശ്രദ്ധിക്കണേ, മടങ്ങി എത്തുക എന്നുള്ളത് മടങ്ങി പ്ലസ് എത്തുക. എ മനസ്സിലായില്ലേ? എ വേണ്ട, എ. ഇനി കലി ഇളകി, കലി പ്ലസ് ഇളകി, ഈ വേണം. ഓക്കെ, ഇളകി. ഇനി ചേർത്ത് എഴുതുക വരിക. ഇത് പ്ലസ് ഒന്നും ഇതൊന്നും. അനുവദിച്ചു പ്ലസ് ഇല്ല, അനുവദിച്ചില്ല. എത്തി പ്ലസ് ചേരുക, എത്തിച്ചേരുക. എല്ലാ പ്ലസ് ഇടത്തും, എല്ലായിടത്തും. യാ എഴുതി വള്ളിയിടും. ഇനി ജന പ്ലസ് കൂട്ടം, ജനക്കൂട്ടം. കാ ഇരട്ടിക്കും, കാവും. തടയുക പ്ലസ് ഇല്ല, തടയുക ഇല്ല. ഇല്ലാന്ന് വരും. ഈ പോയിട്ട് യാ വരും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാ മക്കളും ഇത് ഇന്ന് എഴുതാത്തവര് ഇപ്പൊ എഴുതി വെക്കണേ. ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ 4ാമത്തെ പാഠത്തിന്റെ എക്സാം ആണ്. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഏത് ദിവസം ക്ലാസ് വരുവാന്ന് വെച്ചാൽ നമ്മുടെ അന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. ഇനി നമ്മ അതിന്റെ ഇടയിൽ കാണുമല്ലോ. ബൈ. ഏത് പാഠത്തിന്റെ അന്ന് പരീക്ഷ? 4ാമത്തെ പാഠത്തിന്റെ 1 മാത്രം, 5 ഇല്ല, 4ാമത്തെ മാത്രം. ഓക്കെ, ബൈ, സീ യു. അതിന്റെ പിന്നെ ബൈ.